Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹായികൾ 3 വ്യക്തികൾ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. കണ്ണുകൾ അടച്ച് അവർക്ക് വേണ്ടി ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കോഴിക്കോട് നിന്ന് കർത്താവെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, അവർക്ക് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് കർത്താവെ റീന എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആക്സിഡൻറ്റിൽ ഒടിഞ്ഞ കാൽ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാക്കിംഗ് സ്റ്റിക്ക് കൂടാതെ നടക്കുവാൻ വേണ്ടി കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവെ, അഴീക്കോട് നിന്ന് പ്രമോദിനും അജിതയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിനകത്ത് എല്ലാവരുടെ മേലും കർത്താവെ ദൈവിക ആരോഗ്യത്തെ കൊടുക്കണമേ, അനുഗ്രഹങ്ങളെ കൊടുക്കണമേ, ജീവിതത്തിൽ നന്മകൾ അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 3 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാനിപ്പോൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ മാർച്ച് 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ മാർച്ച് 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. The Bible says in Luke chapter 4 and verse number 18, ലൂക്കോസിന്റെ സുവിശേഷം 4:18, God the Father anointed Jesus to heal the sick, to preach the gospel, to open the blind eyes and perform all miracles. പിതാവാം ദൈവം യേശുവിനെ സുവിശേഷം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും കുരുടന്മാരുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാനും ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാനുമായി അയച്ചു. So the same Jesus is continuing that ministry even after 2000 years. അതേ യേശു 2000 വർഷങ്ങൾക്ക് ശേഷവും തന്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. To reach every nook and corner of this world. ഈ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും അത് എത്തിച്ചേരും. Sometimes you may think that I am in a remote village, nobody is there, I'm in a colony, I'm in a rented house, I'm living in a lodge, and there is no one to care for me. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, ആരാലും അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്, ഒരു കോളനിക്കകത്താണ്, ഒരു ചേരിക്കകത്താണ്, എന്നെ ആരാണ് അറിയുക, ഒരു വാടക വീട്ടിലാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ Jesus sees you wherever you are. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. In Psalm 139, സങ്കീർത്തനങ്ങൾ 139 psalmist David is saying, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, Lord, I cannot hide myself from your presence. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എനിക്ക് ഒളിക്കുവാൻ കഴിയുകയില്ല. If I go to the nether world, you will see me there. ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ നീ അവിടെ എന്നെ കാണും. If I cross the sea and hide somewhere in an island, you will see me there. ഞാൻ സമുദ്രങ്ങൾ താണ്ടിക്കിടന്ന ഒരു ദ്വീപിലെത്തിച്ചേർന്നാൽ അങ്ങ് അവിടെയുണ്ട്. If I say, let the darkness hide me from the sight of God, your hand will catch me there. ഞാൻ പറയുകയാണ്, കാർമേഘങ്ങൾ വന്ന് അന്ധകാരം വന്ന് ദൈവസന്നിധിയിൽ നിന്നും എന്നെ മറച്ചു കളയട്ടെ എന്ന് പറഞ്ഞാലും അങ്ങയുടെ കരം നീണ്ടുവന്ന് എന്നെ പിടിക്കും. We cannot run away from God. ദൈവത്തിൽ നമുക്ക് ഓടി അകലുവാൻ കഴിയുകയില്ല. Wherever you are, God's hands will come to save you. He will come to restore you. നിങ്ങൾ എവിടെയാണെങ്കിലും നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, പുനഃസ്ഥാപിക്കുവാൻ യേശുവിന്റെ കരങ്ങൾ നീണ്ടുവരും. I want to say it again. ഞാനത് വീണ്ടും പറയട്ടെ. Maybe you're thinking that God is not seeing me, God is not listening to my prayers. നിങ്ങൾ പക്ഷേ ചിന്തിക്കും, ദൈവം എന്നെ കാണുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. But let me tell you, God sees you wherever you are. ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടെയാണെങ്കിലും കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട്. Amen. ആമേൻ. And in the Old Testament there was a prophet and his name was Jonah. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് യോന.
he was a very, very and mighty prophet of God. അദ്ദേഹം ദൈവത്തിന്റെ അതിശക്തനായ ഒരു പ്രവാചകനായിരുന്നു. One day, God asked him to go to a certain place, ദൈവം അവനോട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകാനായി പറഞ്ഞു. and the name of that place was Nineveh. ആ സ്ഥലത്തിന്റെ പേര് നിനവേ എന്നാണ്. But he went in the exact opposite direction. പക്ഷെ അവൻ അതിന്റെ എതിരെയുള്ള ദിശയിലേക്ക് യാത്ര തിരിച്ചു. So he became very disobedient to God. ദൈവത്തോട് അവൻ അനുസരണക്കേട് കാണിച്ചു. The Holy Spirit tells me, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, there are some people sitting here. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ You are going in the opposite direction of God. ദൈവത്തിന്റെ എതിർ ദിശയിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. You know that God has given you a call in your life. നിങ്ങൾക്കറിയാം ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിളി നൽകിയിട്ടുണ്ടെന്ന്. And you had a touch from God. ദൈവത്തിൽ നിന്നുള്ള ഒരു സ്പർശനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. You used to attend prayer meetings. നിങ്ങൾ പ്രാർത്ഥനാ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. You dedicate your life for God. ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. Lately you are drifting away from God. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് മാറുകയാണ്. But today the love of God is coming to your life again. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആ ദൈവസ്നേഹം കടന്നു വരികയാണ്. Now this Jonah, he got into a ship that was going exactly in the opposite direction. ഇത് ദൈവം പറഞ്ഞതിന്റെ എതിർ ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കപ്പലിലേക്ക് ഈ യോന കയറി. God asked him to go to Nineveh this side. ദൈവം അവരോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. But he went to Tarshish exactly in the opposite direction. എന്നാൽ അതിന്റെ എതിർ ദിശയിലുള്ള തർശീഷ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവൻ പോയി. You know what happened? നിങ്ങൾക്കറിയാലോ എന്ത് സംഭവിച്ചു? God wanted to restore him back to ministry. ദൈവം അവനെ ശുശ്രൂഷയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. So as he was in the ship sailing, അവൻ ആ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ he was sleeping at the bottom of the ship. കപ്പലിന്റെ അടിത്തട്ടിൽ അവൻ ഉറങ്ങുകയായിരുന്നു. Suddenly God allowed a huge and mighty wind to blow at the sea. എന്നാൽ കടലിൽ വലിയൊരു അടുപ്പിക്കുവാനായി ദൈവം കൽപ്പിച്ചു. And billows started rising. തിരമാലകൾ ഉയരാൻ തുടങ്ങി. And the ship was sinking. കപ്പൽ ഇതാ മുങ്ങാൻ തുടങ്ങി. And all people started panicking. എല്ലാവരും ഭയചകിതരായി. All people started to call their own gods. അവരവരുടെ ദൈവങ്ങളെ ഓരോരുത്തരും വിളിക്കാൻ തുടങ്ങി. But this man was still sleeping. അപ്പോഴും ഇയാൾ ഉറങ്ങുകയാണ്. When we backslide, it is like a spiritual sleep. നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അതൊരു ആത്മീക ഉറക്കം പോലെയാണ്. You will not know anything that is happening around. ചുറ്റും നടക്കുന്ന ഒന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. So as he was sleeping there, അവൻ അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ all people started waking up. എല്ലാവരും അവനെ കുലുക്കി എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. Where are you coming from? നീ എവിടെ നിന്ന് വരുന്നത്? Where are you going? നീ എവിടെ പോകുന്നു? What's your business? നീ എന്ത് ചെയ്യുന്നു? You see these things, we are all praying. You are not praying. നീ ചുറ്റും നടക്കുന്ന അറിയുന്നില്ല, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും, നീ എന്ത് ചെയ്യുകയാണ്? So when all people are praying, the backsliding people will not pray at all. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോഴും പിന്മാറ്റക്കാർ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. Even if they didn't know what to pray or whom to pray, they were calling out because they were all panicking. അവര് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വ്യക്തത ഇല്ലെങ്കിലും അവർ പേടികൊണ്ട് ആളുകൾ ദൈവത്തെ വിളിക്കുകയാണ്. But this man was not at all praying, he was just sleeping. പക്ഷേ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നതേ ഇല്ല, അവൻ ചുമ്മാ ഉറങ്ങുകയാണ്. And finally all the people gathered. There were around 276 people in the ship. It was a huge ship, and they started to cast out lots to know because of whom this calamity was striking the ship. അവസാനം ഈ കപ്പലിലുള്ള എല്ലാ ആളുകളും 276 പേരും ഒരു ചീട്ടിട്ട് ആര് മുഖാന്തരമാണ് ഈ പ്രശ്നം ഇപ്പോൾ നടക്കുന്നതെന്ന് അറിയാൻ അവർ തീരുമാനിച്ചു. The cast fell upon Jonah the prophet of God. ആ ചീട്ട് യോനയുടെ പേരിലാണ് വീണത്. They all understood one thing: this man is the reason for the shipwreck. അവർക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരനാണ് ഈ പ്രശ്നത്തിന്റെ പുറകിലുള്ള ആള്. Finally he confessed, I am a prophet of God. അവസാനം അവൻ ഏറ്റു പറഞ്ഞു, ഞാനൊരു പ്രവാചകനാണ്. And God asked me to go to Nineveh. ദൈവനോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. But I wanted to go to this way. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് പോയാൽ മതി. Can I tell you something? ഞാൻ പറയട്ടെ. You travel, I don't know, this is not my message today, but spontaneously the Holy Spirit is telling me that there are some people sitting here, God asked you to do something, but you're going in the opposite direction. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഇതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് ഇതൊരു കാര്യം നിങ്ങളോട് പറയാൻ പറയുന്നു. ഇങ്ങനെയുള്ള യോനയെ പോലെ ദൈവം ആഗ്രഹിക്കുന്നതിന്റെ നേർ വിപരീത ദിശയിൽ യാത്ര ചെയ്യുന്നവർ ഇവിടെയുണ്ട്. God is lovingly calling you to come back. ദൈവം സ്നേഹത്തോടെ മടങ്ങി വരുവാനായി നിങ്ങളെ വിളിക്കുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ
ഒരു വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരുപക്ഷെ ഒരു രോഗസൗഖ്യമായിട്ടോ വിടുതലായിട്ടോ അനുഗ്രഹമായിട്ടോ സമാധാനമായിട്ടോ പ്രത്യാശയായിട്ടൊക്കെ ആയിരിക്കാം ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും അങ്ങനെ ഒരു മാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള സന്ദേശങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരവസരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയങ്ങൾ കാണും. ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വാസ്റ്റായിട്ടുള്ള ചില ഐഡിയകൾ, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നടുവിൽ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 0484422133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയയ്ക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകർ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ദയവായി അവരെ അറിയിക്കുക. ആ മേഖലയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളെ ഞങ്ങൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ കൂടെയും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഒരുമിച്ച് നിന്ന് നാം പ്രവർത്തിക്കുമ്പോൾ പുഴുവും തുരുമ്പും കെടുത്തിക്കളയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നശിപ്പിച്ച് കളയാത്ത സ്വർഗരാജ്യത്തിൽ ഒരു വലിയ നിക്ഷേപവും പ്രതിഫലവും കർത്താവ് നിങ്ങൾക്ക് നൽകും. When you run away from God, all the winds will be blowing against you. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഓടി അകലുമ്പോൾ സകല കാറ്റുകളും നിങ്ങൾക്കെതിരെ അടിക്കും. And the wind has a purpose. ആ കാറ്റിന് ഒരു ഉദ്ദേശമുണ്ട്, to take you back to God. ദൈവത്തിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരിക. And finally, they said, we are going to put you into the sea. അവർ അവസാനം പറഞ്ഞു, ഞങ്ങൾ നിന്നെ വെള്ളത്തിലേക്ക് എടുത്തെറിയാൻ പോവുകയാണ്. And all of them together, they threw him into the sea. This man was thrown out of the ship. അവസാനം എല്ലാവരും കൂടി ചേർന്ന് ഇയാളെ വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞു. And God had commanded a whale, a huge fish, to come and swallow this man. എന്നാൽ വെള്ളത്തിലേക്ക് ഇദ്ദേഹം വീഴുമ്പോൾ ഇദ്ദേഹത്തെ വിഴുങ്ങുവാനായി ഒരു വലിയ മത്സ്യത്തോട്, തിമിംഗലത്തോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. And exactly at that spot, when Jonah was thrown, as he was coming down into the water, there was this whale, this huge fish, waiting with open, wide mouth. യോന കപ്പലിൽ നിന്ന് പൊക്കി എറിയപ്പെടുമ്പോൾ തന്നെ അവനെ വിഴുങ്ങുവാനായി കാത്തിരിക്കുന്ന വായു തുറന്നൊരു തിമിംഗലം നിൽക്കുന്നുണ്ടായിരുന്നു. And the whale swallowed this man. ആ തിമിംഗലം തന്നെ വയറ്റിലേക്കാക്കി. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? It's a wonderful story. നല്ലൊരു കഥയാണ്. And now Jonah is not in the ship but in the belly of that fish. ഇപ്പോൾ യോന കപ്പലിന്റെ അകത്തല്ല, ഒരു തിമിംഗലത്തിന്റെ വയറ്റിനകത്താണ്. 3 days he was there. 3 ദിവസങ്ങൾ അവൻ അതിനകത്തുണ്ടായിരുന്നു. Do you know what happened? ഇത് സംഭവിച്ചതറിയാമോ? There he started to pray. അവൻ അവിടെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. Hallelujah. ഹല്ലേലൂയ. Some people will pray only in crisis. ചില ആളുകൾ പ്രശ്നം വന്നാലേ പ്രാർത്ഥിക്കുള്ളൂ. If only a huge problem comes, they will pray. എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം വന്നാൽ എന്നാൽ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. This man started to pray. ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. Now, this fish, because of the commandment of God, was traveling exactly in the opposite direction to reach Nineveh. എന്നാൽ ഈ വലിയ മത്സ്യം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം യോനപോവിൻ്റെ എതിർവശത്തേക്ക് നിനവയിലേക്ക് തന്നെ യാത്ര ചെയ്യുകയാണ്. And finally, on the third day, the big fish just vomited this prophet on the land. എന്നാൽ 3-ാം ദിവസം ഈ വലിയ മത്സ്യം ഈ പ്രവാചകനെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. There is a book called Jonah in the Bible. You can read the wonderful story. ബൈബിളിൽ യോന എന്ന പുസ്തകമുണ്ട്, നിങ്ങൾക്ക് ആ കഥ വായിക്കാൻ കഴിയും. And after taking a bath, ഒരു കുളിയൊക്കെ പാസ്സാക്കിയ ശേഷം now he is ready for ministry. ശുശ്രൂഷയ്ക്ക് റെഡിയായി. He started to preach to all the people, around 120,000 people of these islanders. 120,000 വരുന്ന ആ ദ്വീപ സമൂഹത്തിലെ ആളുകളോട് അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. He started to minister again. വീണ്ടും അവൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. The Holy Spirit tells me, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, there are some people sitting here. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ Today, in this blessing festival, God is restoring you
back into the early spiritual status. നിങ്ങൾ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റ് എടുക്കുന്ന ചില വ്യക്തികളെ നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന ആത്മിക നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് കൈമോശം വന്നുപോയ ആ സ്ഥാനത്തേക്ക് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയാണ്. Hallelujah. ഹല്ലേലൂയ. You can never run away from God. ദൈവത്തിൽ നിങ്ങൾക്ക് ഓടി ഒളിക്കുവാൻ കഴിയുകയില്ല. God is doing all these things because of His love for you. കർത്താവ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ അവൻ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. Hallelujah. ഹല്ലേലൂയ. A father and mother, they always desire their children to be always with them. ഒരു പിതാവും മാതാവും തന്റെ മക്കൾ അവരോടുകൂടെ എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? Remember, God is our Father. ഓർക്കുക, ദൈവം നമ്മുടെ പിതാവാണ്. He's a heavenly Father. അവൻ നമ്മുടെ സ്വർഗീയ പിതാവാണ്. He wants all children to be with Him, താൻ തന്റെ സകല മക്കളും തന്നോടൊപ്പമായിരിക്കുവാൻ so ആഗ്രഹിക്കുന്നു. that He can bless them. അവരെ അനുഗ്രഹിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. In Luke chapter 15, ലൂക്കോസ് 15 we read about a father. ഒരു പിതാവിനെ കുറിച്ച് നാം വായിക്കുന്നു. He had two children, അദ്ദേഹത്തിന് രണ്ട് മക്കൾ, one elder and one younger. മൂത്തതും ഇളയതും. The younger one came to the father and said, I want to get my share. ഇളയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഓഹരി വേണം, എൻ്റെ സ്വത്ത് വേണം. The father did not resist. പിതാവ് എതിർത്തൊന്നുമില്ല. Suddenly he did the partition അവൻ വേഗത്തിൽ സ്വത്ത് വിഭാഗിച്ചു and gave him his portion. തന്റെ പങ്ക് നൽകി. Very happy. This man became very happy and took all the money and went to a faraway country. ഈ മകൻ വളരെ സന്തോഷത്തോടെ പിതാവിന്റെ ഈ സ്വത്ത് വിഭജനത്തിൽ നിന്ന് ലഭിച്ച പണവുമായി താൻ വിട്ടുപോയി. And he started to squander the money. അവൻ ധൂർത്തടിക്കാൻ തുടങ്ങി. Are you listening to me? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? He wasted the money. അവൻ പണം വ്യർത്ഥമാക്കി കളഞ്ഞു. The Holy Spirit tells me, പരിശുദ്ധാത്മാവോട് പറയുന്നു, there are some people sitting here. ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ, God gave you some money. ദൈവം നിങ്ങൾക്ക് ചില പണം നൽകി. Because of mismanagement, പക്ഷെ നിങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് lost all money. നിങ്ങളുടെ സകല പണവും നഷ്ടമായി. Today you are in debts. ഇന്ന് നിങ്ങൾ വലിയ കടഭാരങ്ങളിലാണ്. You have huge loans to be paid off. നിങ്ങൾക്ക് വലിയ കടങ്ങൾ വീട്ടി തീർക്കുവാനുണ്ട്. And you are even thinking of committing suicide. നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. There are such people sitting here. അങ്ങനെയുള്ള ചില വ്യക്തികൾ ഇവിടെയുണ്ട്. The Holy Spirit tells me very, very clearly. പരിശുദ്ധാത്മാവ് വളരെ വളരെ വ്യക്തമായി എന്നോട് പറയുന്നു. Now, this younger son, he was there in a faraway country and he finished with all the money he had. ഇതാ ഈ ഇളയ മകൻ തന്റെ സകല പണവും തീർന്ന ശേഷം ദൂരെ സ്ഥലത്തായിരുന്നു. And then he had nothing to eat, അവസാനം ഇവന് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല, nothing to wear. ഒന്നും ധരിക്കുവാനില്ല. Everything was lost. എല്ലാം നഷ്ടപ്പെട്ടു. Then he came to his senses. അവസാനം അവന് സുബോധം വന്നു. He started to remember his good days with his father. അവന്റെ പിതാവിനോടൊപ്പമുള്ള ആ നല്ല കാലങ്ങളെ കുറിച്ച് അവൻ ഓർക്കുവാൻ His തുടങ്ങി. father's house was a huge house. തന്റെ പിതാവിന്റെ ഭവനം വലിയൊരു In കൊട്ടാരമായിരുന്നു. that palatial house there were so many servants. ആ കൊട്ടാരം പോലുള്ള വീട്ടിൽ നിരവധി സേവകരുണ്ട്. So he said, see, even after the children eating, the servants eating, there are a lot of food balance there. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾ കഴിച്ച ശേഷം വേലക്കാരും കഴിച്ച ശേഷം ബാക്കി മിച്ചം വരുന്ന ഭക്ഷണം എത്രയുണ്ട്. I am his son. ഞാൻ അവന്റെ മകനല്ലേ, Rich father's son. ധനാഢ്യനായ പിതാവിന്റെ മകൻ. Living in poverty now. ഞാനിതാ ദാരിദ്ര്യത്തിൽ I ജീവിക്കുന്നു, don't have food. എനിക്ക് ഭക്ഷണമില്ല. I'm going to go back. ഞാനിതാ മടങ്ങി പോകാൻ പോവുകയാണ്. And I will ask forgiveness to God the Father and my father. ഞാൻ സ്വർഗീയ പിതാവിനോടും എൻ്റെ അപ്പനോടും ഞാൻ മാപ്പ് ചോദിക്കും. So he started to go back. അവൻ മടങ്ങി പോകാൻ ആരംഭിച്ചു. And all this time, when Jesus shared this story, he said, all this time the father was waiting and waiting and waiting and waiting and waiting and waiting for the son to come back. എന്നാൽ ഈ കാലം അത്രയും ഈ പിതാവ് തൻ്റെ മകന് വേണ്ടി കാത്ത് 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 അവൻ ഇരിക്കുകയായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Jesus was talking about the heavenly Father. ഈ യേശു സ്വർഗീയ പിതാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. That's why he was giving us that illustration. അതുകൊണ്ടാണ് ആ ഒരു ചിത്രീകരണം യേശു നൽകിയത്. Can I tell you something? ഞാൻ പറയട്ടെ, Even now the heavenly Father is waiting for us. ഇപ്പോഴും സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. ഈ അമ്മയുടെ പേര് സരസമ്മയാണ്. അമ്മയുടെ മോളാണ് അടുത്ത് നിൽക്കുന്നത്. അമ്മയ്ക്ക് ലഭിച്ച ഒരു അനുഭവ സാക്ഷ്യമാണ്. അമ്മയ്ക്ക് ഒരു 5 വർഷത്തോളമായി അമ്മയുടെ
വലത് കാലിൽ ചൊറിച്ചിൽ വരികയും അത് ചൊറിഞ്ഞ് പൊട്ടുകയും ചെയ്തു. അത് പഴുക്കുവാനിടയായിത്തീരുന്നു. ഒരു 5 വർഷത്തോളമായി തനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി ചികിത്സകൾ നടത്തി. ഡോക്ടർമാർ പറയുന്നത് ആ കാല് പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. തനിക്ക് മകൻ മാത്രമാണ്, മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മകൻ വിവാഹം കഴിക്കാത്തതാണ്. അപ്പോൾ തനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ മേലാതെ ഒത്തിരി ഭാരപ്പെട്ടു. ഈ സഹോദരി പറഞ്ഞ ഒത്തിരി മരുന്നുകൾ കഴിഞ്ഞു. ഒരു 1.5 ലക്ഷം രൂപയെ കൂടുതലുള്ള മരുന്നുകൾ എടുത്തു. കാല് പഴുത്ത് അതൊരു കുഴിയെ, നമുക്കത് ഉണങ്ങിയത് പാട് അത് കാണുവാൻ പറ്റും. കുഴിയായി അകത്തേക്ക് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത്രയും പഴുത്ത് കാലെപ്പോഴും ഇങ്ങനെ വ്രണമായി ചൊറിഞ്ഞ് പൊട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി ബന്ധുക്കൾ വഴി സഹോദരി നമ്മുടെ അടൂർ ബ്ലെസ്സിങ് സെൻറ്ററിൽ വരുവാൻ വരാനിടയിൽ അമ്മയും വന്നു. മോളിവിടെ വരുന്നതാണ്. മോള് പറഞ്ഞിട്ട് അമ്മ വന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ ശുശ്രൂഷകരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന് ശേഷമായി ഇവർ എണ്ണയൊക്കെ കൊണ്ടുവരും, അതൊക്കെ പ്രാർത്ഥിച്ച് കൊടുത്തുവിടും, അതുകൊണ്ട് പുരട്ടും. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമായി പതിയെ 5 വർഷമായി സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലിൻ്റെ ബുദ്ധിമുട്ട് പതിയെ കുറയാൻ തുടങ്ങി. പതിയെ ചൊറിച്ചിൽ നിൽക്കാൻ തുടങ്ങി, പഴുപ്പ് നിൽക്കാൻ തുടങ്ങി. ഇന്ന് നമുക്ക് കാണാൻ പറ്റും ആ കാല് അത് ഏകദേശം പൂർണ്ണമായി സൗഖ്യമായിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ആ പാടുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇന്ന് തനിക്ക് നടക്കാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കർത്താവ് പൂർണ്ണമായി തന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. നല്ലൊരു കൈയടി. 1.5 ലക്ഷം രൂപയുടെ മരുന്നിന് കഴിയാതിരുന്നത് യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ വളരെ വേഗത്തിൽ അത് മാറി. ഇന്നത് പൂർണ്ണമായിട്ടും ഉണങ്ങി. കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. ഒരു നിമിഷം അവർ നേരെ ഒന്ന് കൈകൾ നീട്ടിക്കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ അമ്മയ്ക്ക് നൽകിയ സാക്ഷ്യം അത് നിലനിൽക്കട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തന്നെ പ്രാപ്തയാക്കിയത് കൊണ്ട് നന്ദി. കർത്താവെ, സൗഖ്യം നിലനിൽക്കട്ടെ. അനേകരിൽ കർത്താവ് സൗഖ്യമാക്കുമെന്ന സാക്ഷ്യം അനേകരിൽ കൊണ്ടെത്തിക്കുവാൻ അമ്മയുടെ നാവുകളെ കർത്താവ് ഉപയോഗിക്കണമേ. കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മക്കളെയും മരുമക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ കൈകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ മാർച്ച് 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ മാർച്ച് 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഈ സമയത്ത് കണ്ണുകൾ അടയ്ക്കാമോ? ആൻറ്റിയോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ. കർത്താവെ, ഇപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ കുട്ടികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ വരുന്ന ദിവസങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുവാൻ, കർത്താവ് ഈ ദിവസങ്ങളിൽ പരീക്ഷയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് നല്ല രീതിയിൽ എഴുതുവാൻ അങ്ങയുടെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. നല്ല ഓർമ്മശക്തി ഉണ്ടാകട്ടെ, ദൈവിക നന്മകൾ ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങയുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. കർത്താവെ, അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ചില പ്രത്യേക രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ചില ഗ്ലാൻഡുകളിലുള്ള ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് അത്തരം രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. താങ്ക് യു ലോർഡ്. അതുപോലെ പുറത്ത് പറയാൻ നാണിക്കുന്ന മടിക്കുന്ന ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ നാമത്തിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ, കാൽപ്പത്തി വളയ്ക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് കാൽ എടുത്തു വയ്ക്കാൻ സാധിക്കാത്ത ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള രോഗികൾ കൂടെ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില പേപ്പേഴ്സ് നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികൾ, ഒരുപക്ഷെ ചില വിദ്യാർത്ഥികളാകാം ചിലത് നഷ്ടപ്പെട്ടു പോയത്, യേശുവിൻ നാമത്തിൽ കർത്താവെ അത് തിരികെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയ ചിലർ, കർത്താവെ അത് തിരികെ ലഭിക്കട്ടെ കർത്താവെ. അതുപോലെ തന്നെ പണം നഷ്ടപ്പെട്ടു പോയ ചിലർ, വസ്തുവകകൾ നഷ്ടപ്പെട്ടു, ചിലരത് ലഭിക്കുമെന്ന് പോലും വിശ്വസിക്കുന്നില്ല. പക്ഷേ
ദൈവം അത് മടക്കി നിങ്ങളുടെ കയ്യിൽ തിരികെ കൊണ്ടുവന്ന് നൽകുവാനായി പോകുകയാണ്. ചിലർക്ക് അവകാശപ്പെട്ട ചില നന്മകൾ, ചില വസ്തുവകൾ ഇതൊക്കെ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ബൈബിൾ പറയുന്ന നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇവരുടെ അവകാശങ്ങൾ ഇവർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരുടെ പ്രാർത്ഥനാ വിഷയം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും കർത്താവേ നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ ഒരിക്കൽ കൂടെ ഞങ്ങൾ ആദ്യം പറഞ്ഞ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നിന്നിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവേ, അവരുടെ മുഖം പ്രകാശിച്ചിട്ടേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തല താഴ്ത്തി നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും മുഖങ്ങൾ പ്രകാശമാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. ഇസ്രായേലിലേക്കുള്ള നമ്മുടെ ബൈബിൾ പഠന യാത്ര. താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി വളരെ വേഗത്തിൽ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. എന്താണ് സംഭവിക്കുക? അവിടെ ഞങ്ങളോടൊപ്പം 10 ദിവസമുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളോട് പറയുവാനും മാർഗ്ഗനിർദ്ദേശങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കുവാനുമുള്ള അവസരങ്ങൾ ബ്ലെസ്സിങ് ടുഡേ ഒരുക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, ചരിത്രത്തിൽ നിന്നുള്ളത് ഒക്കെയുള്ള വ്യത്യസ്തമായ വിവരണങ്ങൾ ഒക്കെ ബ്രദർ ഡാമീനും ഞാനും ഞങ്ങളുടെ കുടുംബവും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് മടങ്ങി വരുമ്പോൾ ബൈബിൾ ഒരു യാഥാർത്ഥ്യമാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും മടങ്ങി വരാനായി പോകുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അതിലേക്ക് പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ കടന്നു വരാനായിട്ട് മടിക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലുള്ള എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. കർത്താവ് അതുവരെയും അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നിങ്ങളെ ഭദ്രമായി സൂക്ഷിക്കട്ടെ.